സമരത്തിനും കരുത്തിനും സിഖ് മതത്തിനും പേരുകേട്ട ഇന്ത്യയുടെ വടക്കൻ പ്രവിശ്യയിലെ പാകിസ്ഥാനെതിരെയുള്ള ഭാരതത്തിന്റെ കുന്തമുനയാണ് 5 നദികളുടെ നാടായ പഞ്ചാബ്. അശാന്തിയുടെയും ശക്തി രാഷ്ട്രീയത്തിന്റെയും കൂടായി മാറിയ ഈ പ്രദേശം ഒരുപാട് സമരമുഖങ്ങളും രാജ്യത്തിന്റെ വിഭജനവും മതരാഷ്ട്രീയവും കൊണ്ട് പലതവണ ആടി ഉലഞ്ഞു പോയതാണ്. വീണ്ടും പഞ്ചാബിൽ കണ്ണുനീര് വീഴുമോ? വിഭജനത്തിന്റെ ശംഖനാദം വീണ്ടും പഞ്ചാബിൽ നിന്ന് മുഴങ്ങുമോ? നമുക്ക് നോക്കാം. ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ദേ പഞ്ചാബ് എന്ന ഈ വീഡിയോയിൽ നമ്മൾ സമകാലിക പഞ്ചാബിനെ കുറിച്ചും അതിന്റെ ഭൂതകാല സമര കാലഘട്ടത്തെയും നോക്കിക്കാണുകയാണ്. 1839 സിഖ് സാമ്രാജ്യം. പഞ്ചാബിലെ സിംഹം എന്ന വിളിപ്പേരുള്ള സിഖ് സാമ്രാജ്യത്തിന്റെ ആദ്യ സമ്രാട്ട് മഹാരാജ രഞ്ജീത് സിംഗ് 27 ജൂൺ 1839 തീപ്പെട്ടതിന് ശേഷം ബ്രിട്ടീഷുകാർ ആ സാമ്രാജ്യം ആഭ്യന്തര വിഭജനവും രാഷ്ട്രീയ കെടുകാര്യസ്ഥയും സൃഷ്ടിച്ച് ദുർബലപ്പെടുത്തി. ഒടുവിൽ 1849 രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിലെ സിഖ് രാജവംശത്തിന്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഹിന്ദു ഭൂരിപക്ഷ മേഖലയായ ഹരിയാനയെ കൂടി രഞ്ജീത് സിംഗിന്റെ പഞ്ചാബ് പ്രവിശ്യയോട് കൂട്ടിച്ചേർത്തു. വിഘടിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം ശരിക്കും പഞ്ചാബിൽ തുടങ്ങിയത് അതിനുശേഷമാണ്. രഞ്ജീത് സിംഗിന്റെ മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലണ്ടനിലേക്ക് നാടുകടത്തിയ ബ്രിട്ടീഷ് കുടിലബുദ്ധി പിന്നെ തിരിഞ്ഞത് സിഖ് മതത്തിന് നേരെയായിരുന്നു. സമ്രാട്ടിന്റെ കാലശേഷം സിഖ് മതത്തിന്റെ അധികാരം മഹന്ത് എന്ന് വിളിക്കുന്ന പൂജാരിമാരുടെ കൈകളിലായി. മതത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള പഞ്ചാബിലെ ഗുരുദ്വാരകളിൽ മഹന്തുകളുടെ ഭീകരമായ സ്വാധീനം 1920 സിഖുകാർക്കിടയിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ആ സമയത്താണ് തീവ്ര മതരാഷ്ട്രീയവുമായി ഖാൽസയുടെ ഭരണത്തിനും വേണ്ടി അകാലിദൾ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പഞ്ചാബിൽ ഉയർന്നു വരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ പഴയ രാഷ്ട്രീയ പാർട്ടിയാണ് അകാലിദൾ. ഗുരുദ്വാരകളെ മഹന്തുകളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ അകാലികൾ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി SGPC എന്ന ഗവേണിംഗ് ബോഡിക്ക് രൂപം കൊടുത്തു. ബ്രിട്ടീഷുകാരുടെ മൗനാനുവാദവും ഇതിനുണ്ടായിരുന്നു. മതം തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അകാലികളെ ഏറെ സഹായിച്ചത് SGPCയിലുള്ള അവരുടെ സ്വാധീനമായിരുന്നു. മാസ്റ്റർ താരാസിംഗിന്റെ കീഴിൽ അകാലികൾ പഞ്ചാബിൽ മുഴുവൻ പടർന്നു പന്തലിച്ചു. കോൺഗ്രസിന് അതൊരു തലവേദനയായി മാറി. ബ്രിട്ടീഷുകാർ ഭാരതം വിട്ടു പോകുമ്പോൾ സിഖ് രാജ്യം തിരിച്ചു തങ്ങളുടെ കൈകളിലേക്ക് വരുമെന്ന് അകാലികൾ കണക്കുകൂട്ടി. ആ സമയത്താണ് 1929 ലാഹോർ സെഷനിൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസാക്കുന്നത്. ഭാരതം പൂർണ്ണമായും സ്വതന്ത്രമായി ഒറ്റ രാജ്യമാക്കുക എന്നതായിരുന്നു പൂർണ്ണ സ്വരാജിന്റെ മുഖ്യ ലക്ഷ്യം. അന്ന് ഇതിനെ സിഖുകാർ നഖശികാന്തം എതിർത്തു. രാജ്യത്തിനകത്തും പുറത്തും ലണ്ടനിൽ വരെ ജാഥകൾ നടത്തി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുകയാണെങ്കിൽ സിഖ് രാജ്യം തങ്ങൾക്ക് വിട്ടുതരണമെന്ന് വരെ അവർ ആവശ്യപ്പെട്ടു. 1946 ആയപ്പോഴേക്കും ഭാരതം മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കും എന്നുറപ്പായപ്പോൾ സിഖുകാർക്ക് അവരുടെ ദൗർഭാഗ്യം മനസ്സിലായി. അന്ന് പഞ്ചാബിലെ ജനസംഖ്യയിൽ 50% മുസ്ലിങ്ങളും 30% ഹിന്ദുക്കളും 15% മാത്രവുമായിരുന്നു സിഖുകാരും ഉണ്ടായിരുന്നത്. 1947 ഭാരത വിഭജനത്തിന് ശേഷമുണ്ടായ കൂട്ടക്കൊലപാതകങ്ങളിൽ സിഖുകാർക്കും ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. പാകിസ്ഥാൻ ഭാഗത്തുള്ള സിഖ് ജനങ്ങൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. ഇന്ത്യയുടെ വടക്കൻ ഭാഗത്ത് സിഖുകാർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് നെഹ്റുജിയുടെ 1946 പ്രഖ്യാപനവും 1947 ഭാരത വിഭജനവും പാകിസ്ഥാനുമായുള്ള കശ്മീർ യുദ്ധവും കാരണം സിഖുകാർ കുറച്ചു ശാന്തരായി. സാമ്പത്തികമായി തളർന്നുപോയ സിഖ് ജനത പടിപടിയായി ഉയർന്നു വന്നു. സിഖുകാരുടെ മാത്രം സ്വന്തം പഞ്ചാബ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ 1950 മാസ്റ്റർ താരാസിംഗിന്റെ നേതൃത്വത്തിൽ അകാലികൾ പഞ്ചാബി സൂബ മൂവ്മെന്റ് എന്ന പേരിൽ പല സമര പരിപാടികളും നടത്തി. പഞ്ചാബ് എന്ന പ്രവിശ്യ സ്വതന്ത്രമായി വേണമെന്നും അവിടെ സിഖുകാരുടെ ഭൂരിപക്ഷ പ്രദേശമാകണമെന്നായിരുന്നു അകാലികളുടെ പ്രധാന ആവശ്യം. പക്ഷേ അന്നത്തെ കേന്ദ്ര സർക്കാർ അതിനെ അടിച്ചൊതുക്കുകയാണ് ചെയ്തത്. 1955 അമൃത്സറിലെ ഇന്ന് ഗോൾഡൻ ടെമ്പിൾ എന്ന് വിളിക്കുന്ന ഗുരുദ്വാരയിൽ വരെ പോലീസുകാർ കയറി സമരക്കാരെ അമർച്ച ചെയ്തു. 1956 ഭാഷയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംസ്ഥാനങ്ങളുടെ വിഭജനത്തിലും അകാലികളുടെ സിഖ് ഭൂരിപക്ഷ പ്രദേശമായ പഞ്ചാബ് എന്ന ആഗ്രഹം പൂവണിഞ്ഞില്ല. 1946 നെഹ്റുജി തങ്ങളെ പറഞ്ഞു പറ്റിച്ചു എന്നുവരെ സിഖുകാർ പറഞ്ഞു തുടങ്ങി. 1962 ഇന്ത്യ ചൈന യുദ്ധം, നെഹ്റുജിയുടെ മരണം, 1961 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നിവയ്ക്ക് ശേഷം 62 65 യുദ്ധത്തിൽ സിഖുകാർ മാതൃരാജ്യത്തിന് വേണ്ടി നടത്തിയ ബലിദാനങ്ങളും കണക്കിലെടുത്ത് 1966 ഇന്നത്തെ പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. പക്ഷേ അപ്പോഴും
ചണ്ഡീഗഡിനെ കുറിച്ച് ഹിന്ദു ഭൂരിപക്ഷ ഹരിയാനയും സിഖ് ഭൂരിപക്ഷ പഞ്ചാബും തമ്മിൽ തർക്കം തുടങ്ങി. രണ്ടുപേർക്കും തലസ്ഥാനമായി ചണ്ഡീഗഡിനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ തൽക്കാലം ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരി. സ്വന്തമായിട്ട് സംസ്ഥാനം കിട്ടിയ അകാലികളെ കൊണ്ട് കോൺഗ്രസ് ഒരു തവണ പോലും പഞ്ചാബിലെ ഭരണം 5 കൊല്ലം പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. MLA-മാരെ ചാക്കിട്ട് പിടിക്കുക, മന്ത്രിമാരെ പാർട്ടി ചാടിച്ച് കോൺഗ്രസിൽ എത്തിക്കുക എന്ന കാരണം അകാലികൾക്ക് ഒരിക്കലും അധികാരം നിലനിർത്താനായില്ല. 1971 ബംഗ്ലാദേശി ലിബറേഷൻ യുദ്ധം കഴിഞ്ഞ് 1972 ഇലക്ഷനിൽ കോൺഗ്രസ് പൂർണ്ണമായും പഞ്ചാബ് തിരിച്ചുപിടിച്ചു. പുറകോട്ട് പോയ അകാലികൾ മതത്തെ വീണ്ടും കൂട്ടുപിടിച്ച് 1973 അനന്തപൂർ സാഹിബ് റെസൊല്യൂഷൻ എന്നൊരു പ്രമേയം പാസാക്കി. അന്നുവരെ ഉള്ള സിഖുകാരുടെ മുഴുവൻ ആവശ്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പ്രമേയത്തിന് ജനങ്ങളുടെ ഉള്ളിൽ വലിയ സ്വീകാര്യത കിട്ടി. അകാലികൾക്ക് വീണ്ടും ഒരു സ്വാധീനം പഞ്ചാബിൽ വന്നു തുടങ്ങി. ആർമിയിലേക്കുള്ള പഞ്ചാബികളുടെ കോട്ട വർദ്ധിപ്പിക്കണം, സംസ്ഥാനത്ത് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സംവരണം എടുത്തു കളയണം, ഹരിയാനയും പഞ്ചാബുമായിട്ടുള്ള വെള്ളത്തിന്റെ തർക്കം പഞ്ചാബിന് അനുകൂലമായി അവസാനിപ്പിക്കണം, പഞ്ചാബിന് സ്വന്തമായി ചണ്ഡീഗഡ് തലസ്ഥാനമായി കിട്ടണം, പഞ്ചാബിൽ ഗുരുമുഖി മാതൃഭാഷയാക്കണം, പഞ്ചാബ് ഒരു പ്രത്യേക പ്രവിശ്യയാക്കണം എന്ന് തുടങ്ങി പഞ്ചാബിനും സിഖ് മതത്തിനും ആകെ മൊത്തം ഒരു പ്രത്യേക പദവി തന്നെ വേണമെന്ന് വരെ വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അകാലികൾ ഈ പ്രമേയം പാസ്സാക്കിയത്. പക്ഷേ ഇത് ഒരു കൂടത്തിൽ നിന്ന് ബൂത്തിനെ അഴിച്ചുവിടുന്ന അവസ്ഥയായി പോയെന്ന് പിന്നീടാണ് അകാലികൾക്ക് വരെ മനസ്സിലായത്. പഞ്ചാബിൽ അകാലികളുടെ മതരാഷ്ട്രീയത്തിന്റെ പൂഴിക്കടകൻ കാരണം 1977 ഇലക്ഷൻ കോൺഗ്രസ് തോറ്റുപോയി. എങ്കിലും അകാലികളുടെ അപ്രമാദിത്യം പഞ്ചാബിൽ അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. അകാലികൾക്ക് ചെക്ക് വയ്ക്കാൻ വിദ്യാഭ്യാസ രംഗത്തും മതരംഗത്തും പ്രവർത്തിക്കുന്ന പഞ്ചാബിലെ ഒരു സംഘടനയായ ദംദനി തക്സലിന്റെ നേതാവിനെ അകാലികൾക്കെതിരെ വളർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു. ഇന്ത്യയുടെ അഖണ്ഡതയെ വരെ പിടിച്ചുകുലുക്കിയ ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് കോൺഗ്രസ് മനസ്സിലാക്കാൻ ഒരുപാട് വില ഈ രാജ്യം കൊടുക്കേണ്ടി വന്നു. ദംദനി തക്സലിന്റെ നേതാവിന്റെ പേരാണ് ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാല. കേന്ദ്ര സർക്കാരിന്റെ അനുഗ്രഹാശിസുകളോടെ പഞ്ചാബിൽ അകാലികളെയും പാരലൽ സിഖ് സമ്പ്രദായങ്ങളെയും ആക്രമിച്ചും കൊന്നും കൊലപ്പെടുത്തിയും ഭിന്ദ്രൻവാല പഞ്ചാബിൽ വേരുറപ്പിച്ചു. അതുവരെ ഭിന്ദ്രൻവാലയെയോ അയാളുടെ അനുചരന്മാരെയോ തൊടാൻ ആരും ധൈര്യപ്പെട്ടില്ല. കാര്യങ്ങൾ മലക്കം മറിഞ്ഞത് 1981 സെൻസസിന് ഭിന്ദ്രൻവാല പഞ്ചാബിലെ മുഴുവൻ ആളുകളോടും അവരുടെ മാതൃഭാഷയായി ഗുരുമുഖി സെലക്ട് ചെയ്യണം എന്ന് കടുപ്പിച്ചു പറഞ്ഞു തുടങ്ങിയ മുതലാണ്. പഞ്ചാബിലെ 40% വരുന്ന ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദുക്കൾ അത് അംഗീകരിച്ചില്ല. ഹിന്ദുക്കൾ പരക്കെ ആക്രമിക്കപ്പെട്ടു തുടങ്ങി. പഞ്ചാബ് കേസരി പത്രത്തിന്റെ പത്രാധിപർ വരെ കൊല്ലപ്പെട്ടു. സർക്കാർ ഭിന്ദ്രൻവാലയെ പിടിച്ച് ഉള്ളിൽ തള്ളി. പക്ഷേ അതിനുശേഷം നടന്ന സർക്കാർ വിരുദ്ധ ഹിന്ദു വിരുദ്ധ ലഹള കാരണം സർക്കാരിന് ഭിന്ദ്രൻവാലയെ തുറന്നുവിടേണ്ടി വന്നു. പുറത്തു വന്ന ഭിന്ദ്രൻവാല സ്വതന്ത്ര പഞ്ചാബ് എന്ന മുദ്രാവാക്യങ്ങളുമായി മുൻപോട്ട് പോയി. അയാളുടെ കൂടെ അകാലികളും കൂടി ചേർന്നപ്പോൾ രാജ്യം വീണ്ടും വെട്ടിമുറിക്കപ്പെടും എന്ന് കോൺഗ്രസിന് മനസ്സിലായി. ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം റാഞ്ചുക, പഞ്ചാബ് മുഖ്യമന്ത്രിയെ കൊന്നുകളയുക, പല പോലീസ് സർക്കാർ ഉദ്യോഗസ്ഥരെ ക്രൂരമായി കൊന്നുതള്ളുക എന്ന പരിപാടികളുമായി ഭിന്ദ്രൻവാല മുൻപോട്ട് പോയി. 1984 ആയപ്പോൾ അയാൾ അമൃത്സറിലെ ഇന്ന് ഗോൾഡൻ ടെമ്പിൾ എന്ന് വിളിക്കുന്ന ഗുരുദ്വാരയിലേക്ക് തന്റെ പ്രവർത്തനം പൂർണ്ണമായി മാറ്റി. ഒരു യുദ്ധത്തിനാവശ്യമുള്ള പടക്കോക്കുകൾ ഭിന്ദ്രൻവാല പാകിസ്ഥാനിൽ നിന്നെത്തിച്ച് അവിടെ പാർപ്പിച്ചു. അയാളുടെ അനുചരന്മാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഒരുപാട് ഹൈ റാങ്കിങ് ഉള്ള വിരമിച്ച ഇന്ത്യൻ ഓഫീസേഴ്സ് വരെ ഉണ്ടായിരുന്നു. ജൂൺ മാസം 1984 ആദ്യ വാരം തന്നെ ഇന്ത്യൻ ആർമി ക്ലീൻ ഷേവായ സിഖ് ഓഫീസറായിരുന്ന മേജർ ജനറൽ ബ്രാറിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആരംഭിച്ചു. ഭിന്ദ്രൻവാലയെയും കൂട്ടരെയും ഇന്ത്യൻ ആർമി കൊന്നുതള്ളിയെങ്കിലും ഗുരുദ്വാരയ്ക്കുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾ സിഖുകാരെ പൊതുവേദനപ്പെടുത്തി. ഇതേ തുടർന്ന് ഇന്ത്യൻ ആർമിയിലെ പല പഞ്ചാബ് സൈനികരും മറ്റു സൈനികർക്ക് നേരെ നിറയൊഴിക്കുകയും കലാപം തുറന്നുവിടുകയും ചെയ്തു. മതം മനുഷ്യനെ എന്താക്കി മാറ്റുന്നു എന്നുള്ള ഒരു ഉദാഹരണമാണിത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനുള്ള വിരോധം കാരണം സിഖ് സൈനികർ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാ പ്രിയദർശിനിയെ വെടിവെച്ച് വീഴ്ത്തി. ഇന്ദിരയുടെ മരണം ഇന്ത്യ മുഴുവൻ സിഖുകാരുള്ള പ്രതികാരം ആളിക്കത്തിച്ചു. രോഷാകുലരായ ജനം സിഖുകാരെ തേടിപ്പിടിച്ച് ആക്രമിച്ചു. ഭാരതത്തിൽ ദേശസ്നേഹികൾക്ക് ഒരു കുറവില്ല എന്ന് തെളിയിച്ചത് യഥാർത്ഥത്തിൽ പഞ്ചാബ് പോലീസാണ്. പഞ്ചാബ് പോലീസിന്റെ മേധാവി KPS ഗിൽ 1986 തുടങ്ങി 88 വരെയുള്ള കാലഘട്ടത്തിൽ 2 തവണ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ വരെ നടത്തി. ഭീകരരെ തുരത്തി. സിസ്റ്റമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന്റെ ചുണക്കുട്ടികൾ പഞ്ചാബിൽ നിന്ന് ഭീകരവാദം അവസാനിപ്പിച്ചു. നമ്മളുടെ മേജർ രവി വരെ പങ്കെടുത്ത പല ഓപ്പറേഷൻസ് ഈയിടയ്ക്ക് പഞ്ചാബിൽ നടന്നു. പതുക്കെ പഞ്ചാബ് ശാന്തമായി.
2015 വരെ ശാന്തമായി പോയ പഞ്ചാബിൽ കുറച്ച് അസ്വാരസ്യങ്ങൾ പ്രകടമായി തുടങ്ങിയത് കർഷക നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോഴാണ്. സിനിമാ മേഖലയിൽ നിന്ന് കർഷക സമരത്തിന് വേണ്ടിയുള്ള ഏറ്റവും ഉയർന്ന ശബ്ദം ആക്ടർ ദീപ് സിദ്ധുവിന്റെ ആയിരുന്നു. 2021 ചെങ്കോട്ടയിലെ സിഖ് കർഷകരുടെ ആക്രമണം ആസൂത്രണം ചെയ്തതിന് പോലീസ് ദീപ് സിദ്ധുവിനെ അറസ്റ്റ് ചെയ്തു. 6 മാസത്തെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ദീപ് സിദ്ധു തന്റെ രൂപവും മാറ്റി, ഭാവവും മാറ്റി. 2021 ജയിൽ മോചിതനായ ശേഷം ദീപ് സിദ്ധു തുടങ്ങിയതാണ് വാരിസ് ദേ പഞ്ചാബ് എന്ന കൂട്ടായ്മ. കർഷകരെ സഹായിച്ച് അവസാനം പഞ്ചാബ് സ്വതന്ത്രവാദം വരെ പറഞ്ഞു തുടങ്ങി ദീപ് സിദ്ധു. പൊടുന്നനെയായിരുന്നു ദീപ് സിദ്ധുവിന്റെ മരണം. ഇത് എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. 15 ഫെബ്രുവരി 2022 ഒരു കാർ ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം 19-ാം ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്റെ പിൻഗാമിയായി ദുബായിലുള്ള ഒരു സിഖുകാരനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിൻഗാമി ദുബായിൽ നിന്ന് ഇന്ത്യയിലെത്തി വാരിസ് ദേ പഞ്ചാബിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. അവിടെ നിന്ന് വീണ്ടും പഞ്ചാബ് അശാന്തിയിലേക്ക് പയ്യെ നീങ്ങി തുടങ്ങി. 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസവും ട്രക്ക് ഡ്രൈവറുമായി ദുബായിൽ ജോലി നോക്കിയിരുന്ന അമൃത് പാൽ സിംഗ് ആണ് വാരിസ് ദേ പഞ്ചാബിന്റെ തലവനായി ഇന്ത്യയിൽ അവതരിച്ചത്. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ആ പയ്യൻ ഭാരതത്തെ കീറിമുറിക്കാൻ വിദേശ ശക്തികളുടെ സഹായത്തോടെ പഞ്ചാബിൽ വീണ്ടും സ്വതന്ത്ര പഞ്ചാബ് വാദത്തെ പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നു എന്ന് പലരും പറയുന്നു. അമൃതപാനം എന്ന പരിപാടി പഞ്ചാബിൽ നടത്തി അദ്ദേഹം ഒരുപാട് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. സർക്കാർ കൊലപാതക ശ്രമം, ദേശവിരുദ്ധ പ്രവർത്തനം എന്നിവ ആരോപിച്ച് അയാളെ ജയിലിൽ അടച്ചെങ്കിലും 2024 ലോക്സഭാ ഇലക്ഷന് വമ്പൻ ഭൂരിപക്ഷത്തിലാണ് അമൃത് പാൽ സിംഗ് പഞ്ചാബിൽ നിന്ന് ജയിച്ചത്. തന്റെ ശക്തി തെളിയിക്കാൻ മാത്രമാണ് അമൃത് പാൽ സിംഗ് ഈ ഉദ്യമനത്തിന് മുതിർന്നത്. ഭാരതം വീണ്ടും കീറിമുറിക്കപ്പെടുമോ? വീണ്ടും പഞ്ചാബിൽ നിന്ന് അമ്മമാരുടെ തേങ്ങൽ കേൾക്കേണ്ടി വരുമോ? പഞ്ചാബിന്റെ കരുത്തന്മാർ നാടിനെതിരെ ആയുധം എടുക്കുമോ? കണ്ടു തന്നെ അറിയണം ദേ ഈ പഞ്ചാബിനെ, ഭാരതത്തിന്റെ ശക്തിയെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. ദേ പഞ്ചാബ്. താങ്ക് യു സോ മച്ച്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ വീഡിയോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. താങ്ക് യു.